ബ്ലാക്ക് മണിയോ സ്വർണ്ണക്കടത്തോ മാത്രമല്ല, ശരിയാണ് എന്ന് കരുതി സ്ഥിരം ചെയ്യുന്ന പല കാര്യങ്ങളും ലക്ഷങ്ങൾ തൊട്ട് കോടികൾ വരെ പെനൽറ്റി വന്നേക്കാം ഒരു NRIക്ക്. ആ വയലേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ഓരോ ദിവസവും 5000 രൂപ വെച്ച്, അതായത് 15 വർഷമാണെങ്കിൽ 2 കോടി ഫൈൻ. ഇങ്ങനെ അപ്പർ ലിമിറ്റ് ഇല്ലാതെ ഫൈൻ തരാനുള്ള റൈറ്റ്സ് ഫെമയ്ക്കുണ്ട്. 4 മിസ്റ്റേക്സ് ഞാൻ പറയാം. ഇതിൽ മിനിമം 2 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിരിക്കും. നിങ്ങൾ ഒരു NRI ആണെങ്കിലോ ആവാൻ പോവുകയാണെങ്കിലോ ഇതിൽ ഒരു മിസ്റ്റേക്ക് പോലും നിങ്ങൾ വരുത്തരുത്. NRI ആയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മിസ്റ്റേക്സ് മാത്രമല്ല, അതിന്റെ കോൺസിക്വൻസസും അതിന്റെ സൊല്യൂഷനും ഞാനിവിടെ പറയുന്നുണ്ട്. ഇനി അറിയാതെയെങ്കിലും ഇതൊക്കെ ചെയ്താൽ അത് സെറ്റിൽ ചെയ്യാൻ എന്ത് ചെയ്യണമെന്നും ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ NRIs അങ്ങനെ ചെയ്താൽ എന്താ ഇപ്പൊ കുഴപ്പം എന്ന് നമ്മുടെ കോമൺ സെൻസ് വെച്ച് പുറമേ നോക്കിയാൽ പ്രോബ്ലം ഇല്ല എന്ന് തോന്നുന്ന പലതും ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ടല്ല. നമുക്ക് ലോജിക്കലായിട്ട് തോന്നാത്ത കാര്യങ്ങളും നിയമങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ബട്ട് ആ നിയമം അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിടി വീണാൽ അത് എത്ര പണിയെടുത്താലും ചിലപ്പോൾ അടയ്ക്കാൻ പറ്റി എന്ന് വരില്ല. ഫെമ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അവർക്ക് നമ്മൾ നിയമം പാലിക്കണം, അത്രമാത്രം. മനഃപൂർവ്വം ചെയ്തതാണോ അല്ലേ എന്നുള്ളത് അവിടെ കണക്കിലെടുക്കുക പോലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ പോലും നമുക്ക് കൊടുക്കാനും സാധിക്കില്ല. നമുക്ക് ഓരോ മിസ്റ്റേക്സ് ആയിട്ടൊന്ന് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, നല്ലപോലെ പ്ലാൻ ചെയ്ത് NRI ആവുന്ന ആളുകളുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു ജോബ് കിട്ടിയോ അതല്ലെങ്കിൽ ഓർക്കാതിരിക്കുമ്പോൾ ഒരു വിസ ശരിയായോ നാട് വിടുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പാക്ക് ചെയ്ത് നാട്ടിലെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് വേഗം നമ്മൾ നാട് വിടും. മറ്റൊരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ പയ്യെ നമ്മൾ സാലറി കിട്ടി തുടങ്ങും, പണം നാട്ടിലോട്ട് അയച്ചു തുടങ്ങും. നാട്ടിൽ എന്തെങ്കിലും ചെറിയ SIPയോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ കാണും, നമ്മൾ അതും കണ്ടിന്യൂ ചെയ്യും. ഈവൻ നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അതും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഫെമ പറയുന്നത് പ്രകാരം നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പോൾ ഹോൾഡ് ചെയ്യുന്ന ആ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ NRI ആയി കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ പോലും പാടില്ല. അതൊരു NRO അക്കൗണ്ട് ആക്കി കൺവേർട്ട് ചെയ്യണം. എന്നോട് മെസ്സേജ് അയച്ച് സംസാരിച്ച പല ആളുകളിൽ നിന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായത്, നമ്മുടെ ബാങ്കുകൾ പോലും നമ്മൾ NRI ആണെന്ന് മനസ്സിലാക്കിയാൽ പോലും ഈ അക്കൗണ്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരില്ല. എന്തൊരു ബ്രൂട്ടാലിറ്റി ആണെന്ന് നോക്കണേ. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ആ റെസ്പോൺസിബിലിറ്റി 100% നമ്മുടെയാണ്. ഫെമ ലോക്ക് ചെയ്യുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ പണത്തിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടാണ് അവർ നമുക്കിത് പറഞ്ഞു തരാത്തത്. പറഞ്ഞു തരുന്ന ബാങ്കിലെ നല്ല സ്റ്റാഫുകൾ ഉണ്ടായേക്കാം, പക്ഷേ എനിക്കുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളുകളുടെ എക്സ്പീരിയൻസോ അങ്ങനെയല്ല. ഇനി ഇതിൻ്റെ കോൺസിക്വൻസ്, നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ അനുസരിച്ചുള്ള ഫൈനാണ് അവർ വരാൻ പോകുന്നത്. അത് എത്ര വർഷം നടത്തിയോ അത്രയും നമുക്ക് കിട്ടും. അത് മാത്രമല്ല, ആ പണം നമുക്ക് പിന്നീട് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിലോട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്താൽ മൂവ് ചെയ്യണമെന്ന് വന്നാൽ ആ ഫ്രീഡവും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? വളരെ സിമ്പിളാണ്. നമ്മുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ആ റെസിഡൻറ്റ് സേവിങ്സ് അക്കൗണ്ട് NRO ആക്കി കൺവേർട്ട് ചെയ്യുക. ഇനി നാട്ടിൽ വരുമാനം ഉണ്ട് എങ്കിൽ അത് NRO അക്കൗണ്ട് വഴി മാത്രം വാങ്ങിക്കുക. നമ്മുടെ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ടിലോ NRI അക്കൗണ്ടിലോ ഒന്നും വാങ്ങിക്കരുത്, NRO അക്കൗണ്ടിൽ തന്നെ വാങ്ങിക്കുക. ഇനി അടുത്ത മിസ്റ്റേക്ക് എനിക്ക് ഷുവറാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്ത് കാണും, അല്ലെങ്കിൽ സ്ഥിരം ഇതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് കാണും. സോ മിസ്റ്റേക്ക് നമ്പർ 2, ഞാനൊരു സെനാരിയോ പറയാം. ഞാനിപ്പോൾ ദുബായിലാണ് ജീവിക്കുന്നത് എന്ന് വെക്കാം. ഞാൻ നാട്ടിൽ ചെറിയൊരു വീട് പണിയുന്നുണ്ട്. ഞാൻ എല്ലാ മാസവും ഒരു 3 ലക്ഷം രൂപ ഇക്വലൻ്റ് ആയിട്ടുള്ള ദർഹം നാട്ടിലോട്ട് അയക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് ബാങ്കിൽ നിന്നും എല്ലാമായിട്ട് ചാർജ് വരുന്നത് ഒരു 5000 രൂപയാണ് എന്ന് വെച്ചോളൂ. അപ്പോൾ എൻ്റെ ദുബായിലുള്ള ഒരു കൂട്ടുകാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, എടാ നീ ആ പണം എനിക്ക് ഇങ്ങനെ തന്നാൽ മതി, നാട്ടിൽ നിൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പണം ഇട്ട് തന്നോളാം എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംഭവമാണ് ഹവാല. ഹവാല എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതാണ് ഹവാല എന്ന് എല്ലാവർക്കും അറിയില്ലായിരിക്കും. ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ സ്ഥിരം ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ സ്ഥിരം കാണുന്ന സമയത്ത് ഇത് ലീഗലാണ് എന്ന് പോലും നമുക്ക് തോന്നിയേക്കാം. അതല്ലെങ്കിൽ $1000 അല്ലേ, അതല്ലെങ്കിൽ 10,000 ദർഹം അല്ലേ, അല്ലെ 1 ലക്ഷം രൂപയല്ലേ, ഇത്രയ്ക്കല്ലേ ഉള്ളൂ, ഇതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നുണ്ടാവാം. 3 ലക്ഷമല്ല 10,000 രൂപയാണ് എങ്കിൽ പോലും പണം അയച്ച ചാനൽ ഓതറൈസ്ഡ് അല്ല എങ്കിൽ റൂൾ വയലേഷനാണ്. ഈ പണം നമ്മൾ അയച്ചത് മെഡിക്കൽ എമർജൻസിക്ക് ആയിരുന്നെന്നോ, പെങ്ങളുടെ കല്യാണമാണെന്നോ, വീട് ജപ്തി ചെയ്യാൻ പോയപ്പോൾ പെട്ടെന്ന് അയച്ചതാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. നമ്മൾ പണം അയക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ക്രിമിനൽ ഇൻറ്റൻറ്റ് ഒന്നും ഇല്ലായിരിക്കാം. ബട്ട്
ടെറർ ഇൻറ്റൻറ്റോട് കൂടി ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെയ്യുന്ന കാര്യം എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും പല തരത്തിലുള്ള ഒരു രാജ്യദ്രോഹമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി എത്ര ഫൈൻ വന്നേക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ വീട് വെക്കുന്നതിൻ്റെ സിറ്റുവേഷന് വേണ്ടിയിട്ടായിട്ട് ഒരു വർഷം കൊണ്ട് ഞാൻ 30 ലക്ഷം രൂപയാണ് അയച്ചത് എന്ന് വയ്ക്കുക. ഞാൻ ട്രാൻസാക്ട് ചെയ്ത ആ 30 ലക്ഷം രൂപയുടെ 3 ഇരട്ടി വരെ ഫൈൻ വന്നേക്കാം. പിന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതായത് PMLAയുടെ വയലേഷൻ കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വത്ത് കണ്ടുകെട്ടാനോ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയോ ചിലപ്പോൾ വന്നേക്കാം. ഇങ്ങനെ ചെയ്ത് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്ന ട്രാൻസാക്ഷൻ ഫീസോ അതല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ചിൻ്റെ വേരിയേഷനോ ഒന്നും ഈ പറയുന്ന റിസ്ക് എടുക്കാനുള്ള അത്ര വൃത്തിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സേവ് ചെയ്യാൻ പോകുന്ന 5000-നോ 10,000-നോ നമ്മൾ തിരികെ കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരു ജീവിതകാലം മുഴുവനുള്ള പണമോ അതല്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയോ നാണക്കേടോ ഒക്കെ ആയേക്കാം. സോ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? 1 രൂപ പോലും അങ്ങനെ അയക്കാതിരിക്കുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കിട്ടുന്ന 10 രൂപ സേവിങ്സ് നമ്മുടെ മുഴുവൻ ജീവിതം പ്രോബ്ലമാറ്റിക് ആക്കും. ഇനി ഓൾറെഡി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ഞാൻ ഇനി പറയാൻ പോകുന്ന മിസ്റ്റേക്സിനും ആപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ ആ മിസ്റ്റേക്സും കൂടെ പറഞ്ഞതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് പറയാം. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 3, ഏതെങ്കിലും നാട്ടിൽ പോയി നമ്മൾ കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിക്കാം, അതല്ലെങ്കിൽ ഒരു അടിപൊളി ഫാം ഹൗസ് വാങ്ങിച്ച് ഒരു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കാം. ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിലോ പറ്റില്ല. അത് മാത്രമല്ല, അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒന്നും തന്നെ വാങ്ങിക്കാൻ NRIസിന് അനുവാദമില്ല എന്നുള്ളതാണ് സത്യം. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാം, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാം, ഇത് രണ്ടും മാത്രമേ വാങ്ങിക്കാനുള്ള അനുവാദം നമുക്കുള്ളൂ. ഇനി ഒരു അഗ്രികൾച്ചർ ലാൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗ്ഗം ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മുടെ പാരൻസിൻ്റെ പ്രോപ്പർട്ടി അവർ നമുക്ക് തരുമ്പോഴാണ്. ഇനി ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് എൻ്റെ റിലേറ്റീവിൻ്റെയോ ഫ്രണ്ടിൻ്റെയോ പേരിൽ ആദ്യം എഴുതിയിട്ട് അവരെ കൊണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തരാമെന്ന് പ്ലാൻ ചെയ്താൽ അതും ഇല്ലീഗലാണ്. ചിലപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് പിടി വീണു എന്ന് വരില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും പിടി വീഴുന്നത്, അതല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും പിടി വീഴുന്നത്. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് സ്പെൻഡ് ചെയ്തതിലും കൂടുതൽ പണം ഫൈനായിട്ട് വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. വാങ്ങും മുന്നേ ഒരു പ്രോപ്പർട്ടി ടൈപ്പ് എന്താണ് എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം കയ്യിലിരിക്കുന്ന പണം പ്രോപ്പർട്ടിക്കായിട്ട് സ്പെൻഡ് ചെയ്യുക. നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി ബ്രോക്കേഴ്സ് വന്നിട്ട് നല്ല ഡീലാണ്, ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ്, ഇതിലും വില കുറച്ച് ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയോ മറ്റോ ഒക്കെ നമ്മുടെ തലയിൽ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ആ പണം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇനി 4ാമത്തെ മിസ്റ്റേക്ക്. ഇനി ഈ 4th മിസ്റ്റേക്കായിട്ട് ഞാൻ പറയുന്നത് ഒരു മിസ്റ്റേക്ക് അല്ല, നമ്മുടെയൊക്കെ പല മൈൻഡ് സെറ്റുമാണ് കൂടെ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ്. ഒന്നാമത്, ഈ ഫെമ റൂൾസ് പണ്ട് ചെയ്തതാണെന്നോ കഴിഞ്ഞ മാസം ചെയ്തതാണെന്നോ എന്നൊന്നുമില്ല. 20 വർഷം മുന്നേ ചെയ്ത കാര്യത്തിനാണെങ്കിൽ പോലും ഫെമയുടെ പിടി വീണേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 10 വർഷം മുന്നേ ചെയ്തതാണ്, ആരും ഇനി അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ആ മൈൻഡ് സെറ്റ് മാറ്റുക. രണ്ടാമതായിട്ട്, നാട് വിടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു FD ഉണ്ടായിരിക്കും, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും FD. ആ FD നമ്മളിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ NRI ആയിട്ട് പോലും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ച് നമ്മളൊരു NRI ആണെങ്കിൽ നാട്ടിലെ NRE അക്കൗണ്ടിൽ നമുക്ക് ചിലപ്പോൾ ഒരു FD കണ്ടേക്കാം. NRE അക്കൗണ്ടിലുള്ള FDക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ ദുബായിലാണ് താമസിക്കുന്നതെങ്കിൽ ദുബായ് ഒക്കെ വിട്ട് തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യുമ്പോഴും ഈ ബാങ്കിനെ അറിയിക്കുന്നില്ല ഞാൻ NRI സ്റ്റാറ്റസ് മാറ്റി എന്നുള്ളത്. അങ്ങനെ ആ FD റിന്യൂ ചെയ്ത് ടാക്സ് അടയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതും ചെയ്യാൻ പാടില്ല. അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ SIP പറ്റിയുള്ള കാര്യമാണ്. അതായത് നാട്ടിൽ വെച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വെച്ച് നമ്മൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വേറെ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ചെന്നാലും ഈ ഇൻവെസ്റ്റിംഗ് അതേ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടും ഇതേപോലെ തന്നെ NRI ഡിമാറ്റ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് അത്യാവശ്യം സിവിയർ ആണ് എന്ന് നമുക്ക് തോന്നിയാൽ, നമുക്കത് മനസ്സിലാക്കിയാൽ നേരെ RBIയെ കോൺടാക്ട് ചെയ്യുക, മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുക, പണം അടച്ച് നമ്മുടെ വയലേഷൻ സെറ്റിൽ ചെയ്യുക. കോർട്ടും ജയിലും ഒക്കെ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിങ് നമ്മൾ ക്രിമിനൽ ഇൻറ്റൻറ്റോടുകൂടി അല്ല ചെയ്തത് എങ്കിൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള സസ്പീഷൻ ഉണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിങ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PMLA, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അവർ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ കോമ്പൗണ്ടിങ് പോസിബിൾ ആവില്ല. സോ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഈ തെറ്റുകളൊന്നും വരുത്താതിരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ്ങിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് മേജർ ആയിട്ടുള്ള 4 മിസ്റ്റേക്സ് കണ്ടു. ഇതൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു NRI ലൈഫ് മുന്നോട്ട് ജീവിക്കാം. ഇനി ഒരു കാര്യം, ഈ ഫെമ ലോസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഒരു നോട്ടീസ് കിട്ടിയാൽ നമ്മൾ നേരെ പോയി ഒരു എക്സ്പേർട്ടിനെ കാണുക.
ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലത്തെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ കിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് കൊണ്ടുവരിക, ഈ ഒരു ഹോൾ ടോപ്പിക്ക് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ അത് ചോദിക്കാം. ഞാൻ കൂടുതൽ NRIസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഇനി ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു മേജർ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട് എങ്കിൽ ഒരു എക്സ്പേർട്ടിനെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ അറിയിക്കുക. നമുക്ക് കൂടുതൽ വീഡിയോസ് NRIസിന് വേണ്ടി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.